ഫസ്റ്റ് ബോൾ 6 അടിക്കാൻ തോന്നുന്നു ഞാൻ അടിക്കും. എനിക്ക് എൻ്റെ പേഴ്സണൽ മൈൽ സ്റ്റോൺസിനെ കാട്ടിയും ടീമിനെ ജയിപ്പിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹം. എനിക്ക് എൻ്റേതായിട്ടുള്ള ശരിയും തെറ്റും അറിയാം. അപ്പോൾ അത് ഞാൻ ഭയങ്കര ക്ലാരിറ്റിയോടെയാണ് ഞാൻ എൻ്റെ കളി കാണുന്നത്. ഞാൻ ക്രിക്കറ്റിനെ ഞാൻ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഞാൻ തന്നെ പഠിക്കുന്നത്. അപ്പോൾ എനിക്കറിയാം ആൾക്കാർ ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ മാച്ചിൽ ഇറങ്ങി ഫസ്റ്റ് ബോൾ 6 അടിക്കാൻ തോന്നുന്നു ഞാൻ അടിക്കും. അതിപ്പോൾ ഔട്ടായാലും നാട്ടുകാർ കൂവിയാലും വീട്ടിൽ വന്ന് എന്താ കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന സംഭവം ജീവിതം മുഴുവൻ നിൽക്കത്തില്ല. ഇത് എനിക്ക് കുറച്ച് വർഷങ്ങളൂടെ ഉള്ളൂ. ആ സമയത്ത് ഞാൻ ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ആൾക്കാർ കൺസിസ്റ്റൻസി അങ്ങനെ അവർക്ക് വേണ്ടി കളിച്ചാൽ എനിക്ക് വേണ്ടി കളിക്കണ്ടേ? അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. ക്രിക്കറ്റും ലൈഫും ക്രിക്കറ്റും എല്ലാം ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ ആൾക്കാരുള്ളൂ. കാരണം അത് ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്രിക്കറ്റ് ഞാൻ കളിക്കുന്നത് എനിക്ക് സ്വന്തം എൻ്റെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയാണ്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നല്ല പാടുപെട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് തോന്നിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളൊരു സ്റ്റേജ് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ഞാൻ അത് സന്തോഷമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രൗഡിന് മുന്നിൽ ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ ഗട്സ് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇത്രയും പ്രഷർ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഒന്ന് നമ്മൾ കൊള്ളാമെന്നുള്ളൊരു ചിന്ത വേണം. പറയല്ല നമ്മൾ ഇത്രയും വർഷം പാടുപെട്ട് നമ്മൾ കുറേ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ക്രിക്കറ്റും സ്കില്ലും ടാലൻറ്റും എന്നിട്ട് നമ്മളൊരു സ്റ്റേജിൽ കളിക്കാൻ പോകുമ്പോഴും ഞാൻ ഇതിന് പറ്റിയ ഒരാളാണ്, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഔട്ട്സൈഡ് നോയ്സിനെ കട്ട് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഒന്ന് ഡൗട്ട് ചെയ്താൽ ഈ പ്രഷർ എന്ന് പറഞ്ഞ സാധനം തലയിൽ കയറി എല്ലാം കുളമാവും. അപ്പോൾ ഞാൻ കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ കൺട്രോളിൽ നിർത്താൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, ആ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ആ കാര്യം ഉണ്ടെങ്കിൽ ബാക്കി ഒരു 10% കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. പിന്നെ റിസൾട്ട് എന്നുള്ളൊരു സംഭവമുണ്ട്. ആ റിസൾട്ട് എന്താവുമെന്ന് ആലോചിച്ചിട്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ അടിക്കണം. ഇത് ജയിക്കുമോ, ഇത് 6 പോവോ, ഇവൻ യോർക്കർ എറിയോ, അതോ ധോനി ബൈ 6 അടിച്ച് കളി ജയിപ്പിക്കുമോ, ആ ഒരു സംഭവമുണ്ട്. നമ്മൾ ചെന്നൈ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഓവർ 24 വേണം, 20 റൺ വേണം. അപ്പോൾ സന്ദീപ് ശർമ്മ എറിയുന്നുണ്ട്, ധോനി ബൈ സ്ട്രൈക്കിലുണ്ട്, ജഡേജ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ 20 റൺ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ജയിക്കാം, അടിക്കാം, ഞാൻ ഫീൽഡിങ് ജയിക്കാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ ടീമിലായി പോയി. ടീമിലേക്ക് വന്നിട്ട് നമ്മളെ ജയിക്കുമെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ ബാറ്റ് ചെയ്യുന്ന ആള് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോനി ആയിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തെ സൈഡ് ആവാന്നുള്ളൊരു ചിന്തയും വരും. അപ്പോൾ ഞാൻ ഓരോ ബോളും ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സന്ദീപ് ശർമ്മ എൻ്റെ ടീമിൽ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഡെത്ത് ബോൾ എറിയുന്ന ആളാണ്. അവൻ എറിഞ്ഞോളും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ വൈഡ്. പ്രഷറിലാണെന്ന് തോന്നുന്നു ചെറുക്കൻ.